ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു മെഹന്തി വ്ളോഗാണ് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന് മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ഒന്ന് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. 5-6 പെറ്റൽസ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പെറ്റൽസിന് മുകളിലായിട്ട് ഇത്തിരി ഗ്യാപ്പ് ഇട്ട ശേഷം ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. 5 പെറ്റൽസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വരച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു പെറ്റൽസിന്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ഫ്ലവറിന്റെ മുകൾ ഭാഗത്തായിട്ടും ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് താഴെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്പൈറലിന് മുകളിലും ഹംസ് വരച്ച് ഫ്ലവർ ആക്കി എടുക്കുക. അതിനുശേഷം ഈ 2 ഫ്ലവേഴ്സ് കൊടുത്തതിന്റെ ഗ്യാപ്പിൽ ഇതുപോലെ 2 ഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് 2 സ്പൈറൽ വരച്ച ശേഷം 2 സ്പൈറൽ മുകളിലും ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന സ്പേസിലും സ്പൈറൽസ് വരച്ച ശേഷം ഹംസ് കൊടുത്ത് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. അപ്പോൾ മൊത്തത്തിൽ സെൻറ്ററിലുള്ള ഒരു ഫ്ലവറിന് മുകളിലായിട്ട് 6 ഹംസ് വെച്ച ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഈ 2 ഫ്ലവേഴ്സ് തമ്മിൽ ജോയിൻ്റ് ആയി വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 ലീവ്സ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 6 ഫ്ലവേഴ്സും ജോയിൻ്റ് ആയി വരുന്ന ഭാഗത്ത് ഈ 2 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയ ശേഷം ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഓരോ ഫ്ലവറിന് മുകളിലും 2-3 ഡോട്ട്സ് വീതം ഇട്ട് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ 2 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുത്ത സ്പേസിൽ അതിന്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ലീഫ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഡിസൈനിന്റെ എല്ലാ ഫ്ലവറിന്റെ ഭാഗത്തും ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന് മുകളിലായിട്ട് 4 സൈഡിലും ഓരോ കുഞ്ഞു ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരേപോലെ ഹംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു സ്പൈറലിന് മുകളിലായിട്ട് ചുറ്റിലും ഹംസ് വരച്ച് ഒരു ഫ്ലവർ ആക്കി എടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്ലവറിന്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു കർവ് വരുന്ന ഒരു ഡിസൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഫ്ലവറിന് മുകളിലായിട്ട് 2 സൈഡിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫ്ലവറിന്റെ ബാക്കി വരുന്ന സൈഡിലും ഇതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഒന്ന് വരച്ചെടുക്കുക. ഇപ്പോൾ ഈ ഫ്ലവറിന് ചുറ്റിലും 4 സ്പേസിൽ ഈ ഒരു കർവ് വരുന്ന ഡിസൈൻ വന്നിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം ഈ ഒരു ഡിസൈനിന്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് 3 ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബാക്കി വരുന്ന എല്ലാ സ്പേസിലും ഇതുപോലെ തന്നെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗത്തും ലീവ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് 1-2 ഡോട്ട്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഹെൽത്ത് ചെറിയ രീതിയിലൊരു പണി വന്നുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ. ഒത്തിരി ടൈം എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.